ഹലോ ഹലോ ഹലോ. സോ CMA ഫൈനൽ IDTയുടെ പേപ്പർ അനാലിസിസും ഒരു പ്രഡിക്ഷനും. ഓക്കെ, നമുക്ക് നോക്കാം. കംപ്ലീറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാവും IDT എങ്ങനെയാണ് വരുന്നത് എക്സാമിന്. ആൻഡ് ഇനി അടുത്ത എക്സാം ജൂൺ 2026 വരാൻ പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. ഓക്കെ, സോ IDT അടിപൊളി സബ്ജക്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് IDT ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ IDT. ഓക്കെ, സോ CMA ഫൈനലിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ. ഉഷാറാക്കാം, സെറ്റാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ഫ്രം നമ്മൾ MCQ പെർസ്പെക്റ്റീവ് ഇല്ല, ഡിസ്ക്രിപ്റ്റീവില്ല. MCQയിലെ കാര്യങ്ങൾ പറയുന്നില്ല, ഡിസ്ക്രിപ്റ്റീവിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാലോ 2A തൊട്ട് 8B വരെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. 5 ലോട്ട് എഴുതിയാൽ മതി, അതിൽ 7 ലോട്ട് ഉണ്ട്, പിന്നെ 5 എഴുതിയാൽ മതി. അപ്പൊ ഏതൊക്കെയാണ് ലോട്ടിൽ എങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്തോ. ഡിസംബർ 2023 തൊട്ട് ഡിസംബർ 2025 വരെയുള്ള 5 അറ്റംപ്റ്റിലെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2022 സിലബസ് വന്ന് തൊട്ടുള്ള അനാലിസിസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് തിയറി ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്ക്, നോക്കൂ നോക്കൂ നോക്കുന്നേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഓക്കെ, തിയറി 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 തിയറി. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും തിയറിയാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കി. കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, ബ്ലോക്കിംഗ് ഓഫ് ഇവബിലിന്റെ സാഹചര്യങ്ങൾ, കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈനെ കുറിച്ച് വീണ്ടും, പേഴ്സൺസ് ഹു ആർ എക്സെംപ്റ്റഡ് ഫ്രം ഇൻവോയ്സിനെ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ്, പിന്നെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 കുറിച്ചുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ. സോ കംപ്ലീറ്റ്ലി തിയറി പെർസ്പെക്റ്റീവ്. അതിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വന്ന് കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ ആണ്. ഈ സാധനം നോക്കി വെച്ചോ, കുറെ സ്ഥലത്ത് കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ വരുന്നുണ്ട്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ അബൌട്ട് ദി തിയറി. തിയറി മാർക്കിന് 7 മാർക്കിനെ കണ്ടന്റ് എഴുതാൻ പറ്റണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനും തിയറിയാണ്. അതായത് തിയറി 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 കേസ് സ്റ്റഡിനെ തിയറി തിയറി. ഓക്കെ, അപ്പം ഇതൊരു കേസ് സ്റ്റഡി പോലെ ചോദിച്ചോട്ടെ. ജൂൺ 2025 തിയറി തന്നെ ഒരു കേസ് സ്റ്റഡി, ഒരു സാഹചര്യം, ഒരു കേസ് തന്നിട്ട് ഇങ്ങനെ GSTR ഓർണമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അതിന്റെ ഒരു തിയറി പോർഷൻ ചെയ്താനുള്ള. അപ്പൊ പക്ക തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു തവണ GSTR 3B കുറിച്ച് ചോദിച്ചത്, URP സ്കീമിനെ കുറിച്ചാണ് ചോദിച്ചത്, NRTPന്റെ പ്രൊവിഷൻസ് ആണ് ചോദിച്ചത്, ഫുൾ പ്രൊവിഷൻ, ദെൻ വേരി ടൈപ്സ് ഓഫ് റിട്ടേൺ. സോ നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അധികം ചോദിച്ചിട്ടുള്ളത് റിട്ടേൺ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അധികം ചോദിച്ചത്. ശ്രദ്ധിച്ചോന്ന് അറിയില്ല, റിട്ടേൺസ് റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് അധികം ചോദിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അധികം റിട്ടേൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചത്. കാരണം ഇവിടെ 3B ആൻഡ് ഇവിടെ QRMP, ഇവിടെയും റിട്ടേൺസ്, ഇവിടെയും റിട്ടേൺസ്. സോ 1 2 3 4 അറ്റംപ്റ്റിൽ 5 അറ്റംപ്റ്റിൽ 4 അറ്റംപ്റ്റിലും റിട്ടേൺസിനെ കുറിച്ചാണ് ചോദിച്ചത്. സോ അഗെയിൻ അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, റിട്ടേൺസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി അപ്കമിംഗ് എക്സാം ഓൾസോ. ഓക്കെ, പക്ക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, തിയറി ക്വസ്റ്റ്യൻ ആണ്. തിയറി ക്വസ്റ്റ്യൻ പക്ക തിയറിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടും BAയും B ആണ്. അപ്പൊ ആ ലോട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ അബൌട്ട് തിയറി. തിയറി എഴുതാൻ പറ്റണം ആ ലോട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൂന്നാമത്തെ ലോട്ടിലോട്ട് അധികം എല്ലാ വട്ടവും ചോദിച്ചത് എക്സംഷൻ എന്നുള്ള ടോപ്പിക്സ് ആയിരുന്നു. ഇപ്പൊ GST ലയബിലിറ്റി ആണെങ്കിലും അവിടെ ഉള്ളിലുള്ളത് എക്സംഷനാണ്. എഗൈൻ എക്സംഷൻ GST ലയബിലിറ്റി. GST ലയബിലിറ്റി എന്ന് പറയുമ്പോൾ കുറെ വാല്യൂ തന്നിട്ട് ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ എത്ര GST കാണാൻ, അതായത് ഇൻക്ലൂഡിങ് അതിൽ ചോദിക്കുന്ന എന്താ, എക്സംഷൻ റിലേറ്റഡ് ചോദ്യം ചോദിക്കുന്നത്. ഓരോ ആക്ടിവിറ്റി എക്സംപ്റ്റഡ് ആണോ ടാക്സബിൾ ആണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പക്ക എക്സംഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ എക്സംഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, എക്സംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ വട്ടവും ITC എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും റിപ്പീറ്റഡ് അല്ല, പല ടൈപ്പാണ് ചോദിച്ചത്. ഇപ്പം ITC ഉണ്ട്, ITC. ഒരു തവണ കോമൺ ക്രെഡിറ്റിനും അതിന്റെ റിവേഴ്സലിനെ കുറിച്ച് ചോദിച്ചു. ദെൻ ഒരു തവണ ITCയും അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. എലിജിബിൾ ITCന്റെ മാത്രമായിട്ട് നമ്മൾ ഇന്ററിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഡിസംബർ 2024 ചോദിച്ചത്. ഓക്കെ, ഇന്ററിന് വരുന്ന ടൈപ്പ് ഓഫ് റാൻഡം ഒരു ബ്ലോക്ക് ക്രെഡിറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എലിജിബിൾ ITC എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ജൂൺ 2025 ചോദിച്ച ക്യാപിറ്റൽ ഗുഡ്സിന്റെ ചോദ്യമായിരുന്നു. ക്യാപിറ്റൽ ഗുഡ്സിന്റെ ITC മാത്രമുള്ള ചോദ്യം. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ചോദിച്ചത്, അതായത് ഡിസംബർ 2025 ചോദിച്ചത് നെറ്റ് GST ലയബിലിറ്റി കാണാനുള്ള ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് അത് മെജോറിറ്റി ഇൻപുട്ട് ടാക്സിനെ കുറിച്ചായിരുന്നു. നെറ്റ് GST കാണാനുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ITC ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് മൂന്നാമത്തെ ലോട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ അബൌട്ട് എക്സംഷൻ, യു ഷുഡ് നോ അബൌട്ട് ITC. അത് കംപ്ലീറ്റ്ലി അറിയണം. ഇന്ന ടോപ്പിക് എന്നല്ല, കംപ്ലീറ്റ്ലി അറിയണം. എക്സംഷൻ ഫുൾ അറിയണം, ITCയും ഫുൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ലോട്ട് ചെയ്താം, അല്ലെങ്കിൽ ലോട്ട് ചെയ്താൻ പറ്റില്ല. കാര്യം മനസ്സിലാക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഓൾസോ തിയറി ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ നോക്കിയേ, തിയറി തിയറി തിയറി. ഇവിടെ മാത്രമാണ് ലിസ്റ്റ് ചെയ്ത് ഒരു തിയറിക്ക് പകരം വേറെ ചോദിച്ചാൽ ഞാൻ സ്പെസിഫിക്കലി മാർക്ക് ചെയ്യാം ഈ സാധനം. ഓക്കെ, അത് മാത്രമാണ് സെപ്പറേറ്റ് ചോദിച്ചത്.
1 second. ട്വിസ്റ്റായിട്ട് ചോദിച്ചാൽ ടി സി എസിന്റെ തിയറി അല്ല കാൽക്കുലേഷനെ ചോദിച്ചത്. ഇവിടെ ഞാൻ ലാസ്റ്റ് അറ്റംപ്റ്റും തിയറി ചോദിച്ചത്. ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ഡിഫറെന്റ് ആണ്, വെറൈറ്റി ആണ്. ഇവിടെ ടിസിയർ മാത്സിനെ കുറിച്ച് ചോദിച്ചു, ടി സി എസ് കംപ്ലൈ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസ് ചോദിച്ചു, ടി ഡി എസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാന്ന് ചോദിച്ചു. ദെൻ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് വേറെ കളർ ഇട്ടിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ്. ദിസ് ക്വസ്റ്റ്യൻ ഇസ് റിപ്പീറ്റഡ്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിരുന്നു. അത് ഏത് അറ്റംപ്റ്റാണ്? ഡിസംബർ 2024 ഡിസംബർ 2025 നാലാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ഒരു കാര്യം ഇത് മനസ്സിലായോ? അതായത് നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏത് പോർഷനാണ്? ടി ഡി എസും ടി സി എസ് റിലേറ്റഡ് ആണ്. കാരണം കഴിഞ്ഞ 4 അറ്റംപ്റ്റ് ചോദിച്ചു നോക്കി, ടി സി എസ്, ടി ഡി എസ്, ടി സി എസ്, ടി ഡി എസ്. സോ ടി ഡി എസ് ആൻഡ് ടി സി എസ് ഈസ് ഇമ്പോർട്ടന്റ് ആണ്. ആ സാധനം എഴുതണമെങ്കിൽ ടി ഡി എസ് ആൻഡ് ടി സി ഞാൻ ഇമ്പോർട്ടൻസിൽ ടി ഡി എസ് ആൻഡ് ടി സി എസ് ഇട്ടിട്ടില്ല, കൂടി ഇടണം. ഓക്കെ, ടി ഡി എസ് ആൻഡ് ടി സി എസ് ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ബി ക്വസ്റ്റ്യൻ തിയറി ചോദിച്ചേ. തിയറി. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്യൂർലി തിയറി എന്ന് പറയാം. ആകെ ഒരു തവണ മാത്രമാണ് ടി സി എസിന്റെ കാൽക്കുലേഷൻ ചോദിച്ചത്. സോ അതും തിയറി ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ തിയറി ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ച ഡിഫറൻസ് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ആൻഡ് ഡിസ്റ്റിങ് പേഴ്സൺ ആൻഡ് മിക്സഡ് സപ്ലൈ, ഒരു അഡ്വാൻസ് റൂളിംഗിന്റെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് സപ്ലൈന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ടൈം ഓഫ് സപ്ലൈന്റെ ആർ സി എമ്മിൽ എങ്ങനെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വാല്യൂഷൻ റൂൾസിന്റെ ഒരു തിയറി ചോദിച്ചു. റൂൾ 28 ചോദിച്ചാൽ മറ്റേ റിലേറ്റഡ് പേഴ്സൺ ഡിസ്റ്റിങ് പേഴ്സന്റെ കേസിലുള്ള വാല്യൂ സപ്ലൈ കാണുന്നത്. പിന്നെ മാറ്റേഴ്സ് കവേർഡ് ബൈ അഡ്വാൻസ് റൂളിംഗ് എന്നുള്ള ഒരു റാൻഡം ഒരു തിയറി ക്വസ്റ്റ്യനും ചോദിച്ചു. സോ പക്കാ തിയറി പെർസ്പെക്റ്റീവ് ഉള്ള സാധനമാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ 4ഉം തിയറിയാണ്, 4ഉം തിയറിയാണ്. 2 തിയറി ക്വസ്റ്റ്യൻ ആണ്, 2 ലോട്ട് തിയറി. ഓക്കെ, അഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ, 5 എയും ബിയും പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നെയാണ്. അഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ ഒരു തവണ മാത്രമാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു സാധനം ചോദിച്ചത്. അത് ഇത് ലയബിൾ ടു പേ ജി എസ് ടി ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ആർ സി എം ഒക്കെ പോലത്തെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. ബട്ട് അല്ലാത്ത പക്ഷമൊക്കെ ചോദിച്ചത് പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ എന്നുള്ള അതിലാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഒന്നുകിൽ പ്ലേസ് ഓഫ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ആയിരിക്കും. പ്രോബബ്ലി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത തവണ ടൈം ഓഫ് സപ്ലൈ ആവാനാണ് ചാൻസ്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഒരു പ്രഡിക്ഷൻ പറയാം. 2A തൊട്ട് 8B വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് പ്രഡിക്ഷൻ പറയാം. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ ഓൾവേസ് എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ച ചോദ്യം വാല്യൂഷൻ റൂൾസ് ആണ്. ഇതല്ലാതെ വേറെ ചോദിച്ചിട്ടില്ല. എല്ലാ അറ്റംപ്റ്റും ചോദിച്ച വാല്യൂഷൻ റൂൾസ് ആണ്. എല്ലാ അറ്റംപ്റ്റിലും വാല്യൂഷൻ റൂൾസ് ചോദിച്ചത്. വാല്യൂഷൻ റൂൾസ്. ശ്രദ്ധിക്കണേ, ഇത് നോക്കണേ. ഒരു തവണ എയർ ട്രാവൽ ഏജന്റ് ചോദിച്ചു, എയർ ട്രാവൽ ഏജന്റിന്റെ റൂളില്ലേ അത്. അടുത്ത തവണ ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ചിന്റെ റൂൾ ചോദിച്ചു. അടുത്ത തവണ വീണ്ടും എയർ ട്രാവൽ ചോദിച്ചു, വീണ്ടും ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചോദിച്ചു. ലാസ്റ്റ് തവണ ഇൻഷുറൻസ് ചോദിച്ചു. സോ നെക്സ്റ്റ് തവണ ചോദിക്കുന്നത് ഏതായിരിക്കും? ഒന്നെങ്കിൽ എയർ ട്രാവൽ അല്ലെങ്കിൽ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ എഴുതാം. ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം അറിയുന്നുണ്ടെങ്കിൽ ഈ ലോട്ട് നിങ്ങൾക്ക് എഴുതാം. സോ ഇത് നല്ലൊരു ലോട്ടാണ് ഞാൻ പറയും. ഇറ്റ്സ് എ ഗുഡ് ലോട്ട്, നല്ലൊരു ലോട്ട്. ഞാനാണെങ്കിൽ ആ ലോട്ട് എന്തായാലും സ്കിപ്പ് ചെയ്യില്ല. കാരണം പ്ലേസ് ഓഫ് സപ്ലൈയുടെ നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും. ടൈം ഓഫ് സപ്ലൈനും അത്യാവശ്യം കുഴപ്പമില്ല. പ്രീവിയസ് ഇയർ ഈ വാല്യൂഷൻ റൂൾസ് ചെയ്യുമ്പോഴേ, നിങ്ങൾ പഠിക്കുമ്പോഴേ ഈ അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം വാല്യൂഷൻ റൂൾസിൽ. കാരണം വെറൈറ്റി ക്വസ്റ്റ്യൻ കിട്ടും. അത് ചെയ്ത് പോയാൽ തന്നെ ഏകദേശം ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഗുഡ് തിങ്. ഓക്കെ, നല്ല ഒരു ടിക്ക് ചെയ്യാം. നല്ലൊരു ലോട്ടാണ് അത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ തിയറി. പക്കാ തിയറി സാധനമാണ്. അപ്പൊ 3 ലോട്ട് തിയറിയാണ്. 2 തിയറി, 4 തിയറി, 6 തിയറി. 3 ലോട്ട് തിയറിയാണ് വരുന്നത്. സോ ഇവിടെ ചോദിച്ചത് പക്ക FTP ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി FTP ക്വസ്റ്റ്യൻ ആണ്. FTP-യിൽ ഈ ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കമ്മിയാണ്. ഒരു തവണ മാത്രമേ റിപ്പീറ്റഡ് ആയി ചോദിച്ചത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാത്രം, അതായത് ദിസ് റെമിഷൻ ഓഫ് FTP-യിലെ റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ട് പ്രൊഡക്ട്സ് എന്നുള്ള പോർഷൻ ഇല്ല. അത് 2 തവണ ചോദിച്ചു. അതായത് ഡിസംബർ 2023-ലെയും ഡിസംബർ 2025-ലെയും ക്വസ്റ്റ്യൻ സെയിം ആയിരുന്നു. ബാക്കിയൊക്കെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഈ എക്സ്പോർട്ട് EPCG ഡ്യൂട്ടി സ്ക്രിപ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ, മേജർ സ്കീംസ് അനൗൺസ്ഡ് ഫോർ എക്സ്പോർട്ടേഴ്സ് FTP-യിലെ നാഷണൽ ട്രേഡ് ഫെസിലിറ്റേഷൻ പ്ലാനിനെ കുറിച്ച് ചോദിച്ചത്. സോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഓരോ അറ്റംപ്റ്റ്. ഓക്കെ, സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വയ്യ ബെറ്റർ ഒന്നെങ്കിൽ FTP സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് ആറാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. MCQs-ലും ചിലപ്പം 1-2 ക്വസ്റ്റ്യൻ പോകും ചിലപ്പോൾ. അല്ലെങ്കിൽ FTP പഠിക്കുക. FTP കംപ്ലീറ്റ്ലി നിങ്ങൾ തിയറി പോർഷൻ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ വിട്ടെടുക്കാം. ആറാമത്തെ കംപ്ലീറ്റ്ലി FTP ഫുള്ളി നിങ്ങൾക്ക് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ സേഫാണ്. അങ്ങനെ ഏകദേശം നമ്മൾ പഠിക്കുന്ന സാധനത്തിന്റെ വരുള്ളൂ. ആറാമത്തെ ബി ക്വസ്റ്റ്യനും തിയറിയാണ്. തിയറി
തിയറി. ഒന്ന് FTP റിലേറ്റഡ്, ഡീംഡ് എക്സ്പോർട്ട്, അഡ്വാൻസ് ഓതറൈസേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സെസ് ആൻഡ് EOU, ഡീംഡ് എക്സ്പോർട്ട്, കീ ബെനിഫിറ്റ്സ് ഓഫ് സെസ്. അപ്പൊ ഡീംഡ് എക്സ്പോർട്ട് റിപ്പീറ്റ് ചെയ്ത് അത് നമുക്ക് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഡീംഡ് എക്സ്പോർട്ട്. ഓക്കെ. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൂടുതലും ചോദിച്ചത് ബാഗേജ് റൂൾസ് ആണ്. അതല്ലാതെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിസംബറിൽ ബാഗേജ് റൂൾസ് ചോദിച്ചു. December 2023 ഷെഡ്യൂളിൽ വാല്യൂഷൻ സാധാ എക്സംപ്റ്റ് കാൽക്കുലേഷൻ ചോദിച്ച്. ഒരു തവണ തിയറി ചോദിച്ച പേഴ്സൺ ഹു ആർ എക്സംപ്റ്റഡ് ഫ്രം ഇൻവോയ്സിന് എക്സംപ്റ്റ് ചെയ്ത് നമ്മൾ വേറെ എവിടെയോ കണ്ടല്ലോ. ഇതാ ഈ സാധനം, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ജൂണിൽ ചോദിച്ച സാധനം ഇവിടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. ഇനി പാറ്റേൺ ഒരു ഇന്റർലോക്ക് ഉള്ള പോലെ ഒരു ഡിഫോൾട്ട് പാറ്റേൺ ആക്ച്വലി ഉണ്ട് അവിടെ? ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഗൈൻ ബാഗേജ് റൂൾസ് ചോദിച്ചു. സോ കമ്മിങ് അറ്റംപ്റ്റിൽ ഞാൻ തിങ്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ബാഗേജ് റൂൾസ് തന്നെ ആയിരിക്കും, ബാഗേജ് റൂൾസ് തന്നെ ആയിരിക്കും ചോദിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിൽ ബി ബാഗേജ് റൂൾസ് ഫസ്റ്റ്. ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ കസ്റ്റംസ് വാല്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതും ഒരു തവണ തിയറി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ മാറി ചോദിച്ചു, അത് പറഞ്ഞുതരാം. അതായത് വാല്യൂഷൻ ആൻഡ് കസ്റ്റംസ് ആൻഡ് ഡിസംബർ ചോദിച്ച പ്രൊവിഷണൽ അസസ്മെന്റിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അത് ജൂൺ 2024. ഡിസംബർ 2024 തിയറി വെച്ചു. അപ്പോൾ ഡിസംബർ 2024 പേപ്പർ നോക്കി നോക്കിയേ. തിയറി. ഡിസംബർ 2024 പക്കാ തിയറി. എത്ര ക്വസ്റ്റ്യൻ തിയറി? 1, 2, 3, 4, 5, 6, 7, 8 തിയറി വെച്ചു. അതായത് 4 ലോട്ട് തിയറി. മൊത്തം 7 ലോട്ടിൽ 4 ലോട്ട് തിയറി ചോദിച്ചാൽ ഡിസംബർ 2024 അറ്റംപ്റ്റിൽ. ഓക്കെ. സോ അതേപോലെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യട്ടോ, പക്ക തിയറി പേപ്പറാക്കി മാറ്റാം. ആ അറ്റംപ്റ്റ് മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, വേറെ അറ്റംപ്റ്റ് ഉണ്ടായിട്ടില്ല. സോ അങ്ങനെയും വരാമെന്ന് ഞാൻ പറയാം. ഓക്കെ. അല്ലാത്ത പക്ഷത്തെ വാല്യൂഷൻ സാധാ കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേഷൻ ഇല്ല. ഓക്കെ. സോ അടുത്ത അറ്റംപ്റ്റ് ഞാൻ എന്റെ പ്രൊഡിക്ഷൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിൽ ബി കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേഷൻ തന്നെ ആയിരിക്കും, നോർമൽ ക്വസ്റ്റ്യൻ ആയിട്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ വാല്യൂ സപ്ലൈ ഒക്കെ ചോദിച്ചിരുന്നത്. ഒരു തവണ വാല്യൂ സപ്ലൈ ചോദിച്ചത്, ഒരു തവണ കേസ് സ്റ്റഡി മിക്സഡ് പ്രോബ്ലം തന്നെയാണ്. മിക്സഡ് സപ്ലൈ കമ്പോസിറ്റ് സപ്ലൈയുടെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പീൽസിനെ കുറിച്ചാണ് 2 തവണ ചോദിച്ചത്. അപ്പീൽസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒരു തവണ ജോബ് വർക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പല സമയത്തും. സോ ഒന്നെങ്കിൽ അടുത്ത അറ്റംപ്റ്റിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ വാല്യൂ സപ്ലൈ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പീൽസിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ പറയാൻ വയ്യ. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ കേസ് സ്റ്റഡി പോലത്തെ ഒരു ക്വസ്റ്റ്യൻ, റീഫണ്ട് ITCയുടെ കേസ് സ്റ്റഡി, ITC നോട്ടീസിന്റെ കേസ് സ്റ്റഡി, പ്ലേസ് ഓഫ് സപ്ലൈ ചോദിച്ച്, ITC എലിജിബിൾ ആൻഡ് റിവേഴ്സൽ. നോർമലി മേലെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് താഴെ ചോദിച്ചത്. സോ പാറ്റേൺ ഇസ് ഡിഫറെന്റ് ആണ്, ബട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളിലുള്ള കണ്ടന്റ് ഏകദേശം സെയിം ആണ്. അത് അങ്ങോട്ടും കൊണ്ട് ഷഫിൾ ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇപ്പം ITC വെരി ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എല്ലാ അറ്റംപ്റ്റ് ചോദ്യമുണ്ട് ITC അല്ലേ. പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, ഇത് മാറി എല്ലാ അറ്റംപ്റ്റ് ചോദ്യമുണ്ട്. FTP എന്തായാലും ചോദ്യമുണ്ട്. വാല്യൂഷൻ റൂൾസ് എന്തായാലും ചോദ്യമുണ്ട്. അതായത് നമ്മളെ GSTയുടെ വാല്യൂഷൻ റൂൾസ്, കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ലയബിലിറ്റി കാണാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ചോദ്യമുണ്ട്. അതൊക്കെ എല്ലാ അറ്റംപ്റ്റ് റിപ്പീറ്റഡ് ചോദ്യം. ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ആകെ ഡിഫറൻറ്റ് വേറെ ചെറുത് മാത്രം ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സാധനത്തിൽ നിന്ന് വരുന്ന എപ്പോഴും വരുന്ന സാധനമുണ്ട്. അതാണ് ഞാൻ അടുത്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും വരുന്ന സാധനം ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ ദിസ് അറ്റംപ്റ്റ്. ഈ അറ്റംപ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. എക്സംഷൻ പഠിച്ചേ പറ്റൂ. അറ്റംപ്റ്റ് ആ സാധനം എഴുതണമെങ്കിൽ ടൈം ഓഫ് സപ്ലൈ പഠിക്കണം, കോമ്പോസിറ്റ് മിക്സർ സപ്ലൈ പഠിക്കണം, പ്ലേസ് ഓഫ് സപ്ലൈ പഠിക്കണം, വാല്യൂ സപ്ലൈ പഠിക്കണം, വാല്യൂഷൻ റൂൾസ് പഠിക്കണം, ITC പഠിക്കണം, റിട്ടേൺസ് പഠിക്കണം, അപ്പീൽസ് പഠിക്കണം, റീഫണ്ട് പഠിക്കണം, ബാഗേജ് റൂൾസ് പഠിക്കണം, കസ്റ്റംസ് വാല്യൂഷൻ പഠിക്കണം, FTP പഠിക്കണം. ഇത്രയെങ്കിലും നല്ലപോലെ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IDT നല്ല സ്കോർ ചെയ്യാൻ പറ്റും. 60+ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി ഞാൻ ഉൾപ്പെടുത്താണ്. 14 TDS ആൻഡ് TCS, GSTയിലെ TDS TCS അതും കൂടി പഠിക്കുക. ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗെറ്റ് എ ഗുഡ് മാർക്സ്. നല്ലൊരു ടൈപ്പ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തായാലും കിട്ടും. കാരണം എക്സംഷൻ എല്ലാവരും ചോദ്യമുണ്ട്. ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈനെ കുറിച്ച് അധിക അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ വാല്യൂ സപ്ലൈ കുറച്ച് അറ്റംപ്റ്റ് ആയി ചോദിച്ചിട്ട്, സോ അതുകൊണ്ട് ചാൻസ് ഉണ്ട് വാല്യൂ സപ്ലൈ ചോദിക്കാൻ. വാല്യൂഷൻ റൂൾസ്, എയർ ട്രാവൽ ഏജന്റ്, ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് എന്തായാലും ഒരു ചോദ്യം പ്രാവശ്യം ഉറപ്പാണ്. ITC എല്ലാ അറ്റംപ്റ്റും ചോദ്യമുണ്ട്. റിട്ടേൺസ് ഒന്നും അധികം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പീൽസ് 2 അറ്റംപ്റ്റ് ആയി ചോദിക്കുന്നത് എഗൈൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റീഫണ്ട് കുറച്ചായി ചോദിച്ചിട്ട്, സോ അതുകൊണ്ട് ചാൻസ് ഉണ്ട്. ബാഗേജ് റൂൾസ് അധികം അറ്റംപ്റ്റ് ചോദിക്കുന്നുണ്ട്. കസ്റ്റംസിന്റെ വാല്യൂഷനും എല്ലാ അറ്റംപ്റ്റ് ചോദിക്കുന്നുണ്ട്. FTP എല്ലാ അറ്റംപ്റ്റിലും ഉണ്ട്. ദെൻ TDS ആൻഡ് TCS അധികം അറ്റംപ്റ്റിലും ഉണ്ട്. സോ ദീസ് തിങ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കവർ ചെയ്യാൻ പറ്റും. ഇനി പക്കാ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയാലോ, തിയറി. രണ്ടാമത്തെ ക്വസ്റ്റ്യനും തിയറി.
അത് എവിടെ നിന്നാണ് എന്ന് പറയാൻ വയ്യ. എന്നാലും രണ്ടാമത്തെ എ ക്വസ്റ്റ്യൻ റിട്ടേൺസ് എന്നാവാൻ ചാൻസ് ഉണ്ട് തിയറി. ആൻഡ് ഇതിൽ റിട്ടേൺസ് അല്ല, സോറി, രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ റിട്ടേൺസ് എന്നാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ എ ക്വസ്റ്റ്യൻ റാൻഡം ഏതെങ്കിലും ഒരു തിയറി ആയിരിക്കും. അത് കോമ്പോസിറ്റ് മിക്സഡ് സപ്ലൈ ആവാം, അല്ലെങ്കിൽ ഇവേ ബില്ലിനെ കുറിച്ചാവാം, അതും അല്ലെങ്കിൽ ഈ ഇൻവോയ്സിനെ കുറിച്ചാവാം. ഇതിലേതെങ്കിലും ഒരു തിയറി ചോദിക്കാം. രണ്ടാമത്തെ എ ക്വസ്റ്റ്യൻ ഒരു തിയറി, യു ക്യാൻ എക്സ്പെക്ട് എ തിയറി. മൂന്നാമത്തെ എ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി എക്സംഷൻ ആയിരിക്കും. എക്സംഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മൂന്നാമത്തെ എ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ ഓൾസോ ITC റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡെഫിനറ്റ്ലി. സോ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് പഠിക്കാം. മൂന്നാമത്തെ ലോട്ട് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് കിട്ടും എക്സംഷനും ITC പഠിക്കുകയാണെങ്കിൽ. നാലാമത്തെ എ ക്വസ്റ്റ്യൻ ഈസ് എ തിയറി കണ്ടന്റ് ആണ്. അത് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുക തിയറി. നാലാമത്തെ ബി ക്വസ്റ്റ്യനും തിയറിയാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അല്ല, ഏത് പോർഷനിൽ വരും എന്ന് കറക്റ്റ് പറയാൻ വയ്യ. മിക്സഡ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ എല്ലാ റിലേറ്റഡും തിയറി അവിടെ ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ അടുത്ത അറ്റംപ്റ്റിൽ എങ്ങനെയായാലും ടൈം ഓഫ് സപ്ലൈ ആവാനാണ് ചാൻസ്. ടൈം ഓഫ് സപ്ലൈ അഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത് ടൈം ഓഫ് സപ്ലൈ ആണ്. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് വാല്യുവേഷൻ റൂൾസ് ഉറപ്പാണ്, വാല്യുവേഷൻ റൂൾസ് ആയിരിക്കും. വാല്യുവേഷൻ റൂൾസ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എയർ ട്രാവൽ ഏജന്റിന്റെ റൂള്, അല്ലെങ്കിൽ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ഇല്ലേ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന്റെ റൂൾ. ആറാമത്തെ എ ക്വസ്റ്റ്യൻ FTP തിയറി ഏതാ പറയാൻ വയ്യ, ഫുള്ള് പഠിക്കുക. ആറാമത്തെ ബി ക്വസ്റ്റ്യൻ FTP തിയറി ആയിരിക്കും. ദെൻ ഏഴാമത്തെ എ ക്വസ്റ്റ്യൻ ബാഗേജ് റൂൾസ് ആയിരിക്കും. കൂടുതൽ ചാൻസ് ബാഗേജ് റൂൾസ് ആണ്. ഏഴാമത്തെ ബി ക്വസ്റ്റ്യൻ വാല്യൂഷൻ അണ്ടർ കസ്റ്റംസ് വാല്യൂഷൻ. എട്ടാമത്തെ എ ക്വസ്റ്റ്യൻ എന്റെ പ്രൊഡിക്ഷൻ വാല്യൂ സപ്ലൈ ആണ്, മാറുമെന്ന് അറിയില്ല, വാല്യൂ സപ്ലൈ ആണ് എന്റെ ഒരു പ്രൊഡിക്ഷൻ. ഓറൽസ് അപ്പീൽസ് എന്നൊരു ചോദ്യം വരാം, അപ്പീൽസ്. എട്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ഈസ് അൺപ്രഡിക്റ്റബിൾ ആക്ച്വലി. ഐ എക്സ്പെക്ട് ഇറ്റ് ഫ്രം പ്ലേസ് ഓഫ് സപ്ലൈ, അല്ലാന്നെങ്കിൽ ITC. കഴിഞ്ഞ അറ്റംപ്റ്റ് വന്ന അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കേസ്. ഐ എക്സ്പെക്ട് ഓൾസോ വൺ തിങ്, അല്ലെങ്കിൽ റീഫണ്ട് എന്തായാലും പഠിക്കണേ. റീഫണ്ട് കുറച്ചായി ചോദ്യം ചോദിച്ചിട്ട് നല്ല സാധനങ്ങൾ റീഫണ്ടിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. സോ റീഫണ്ട് പഠിക്കണം എന്തായാലും. സോ ഇതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഈ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ മൈ എക്സ്പെക്ടേഷൻ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കോളേജ്. പക്ഷെ എന്നാലും IDD ഇസ് മാനേജബിൾ, പക്ക മാനേജബിൾ പേപ്പറാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ആൻഡ് കമന്റ് ചെയ്യാം, ഇഫ് യു ഗെറ്റ് സംതിങ് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനൊരു മാരത്തോൺ വെക്കുന്നുണ്ട്, എന്നും കൂടി ഞാൻ പറയാം. IDT മാരത്തോൺ ഉണ്ട്. IDT മാരത്തോൺ യൂട്യൂബിൽ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് മാരത്തോൺ. എന്താ പറയാ, മെയ് 25 മൺഡേ 9 മണിക്ക് തുടങ്ങി അവസാനിക്കുന്നവരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതിന്റെ കൂടെ തിയറിയും ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു മാരത്തോൺ. കംപ്ലീറ്റ് റിവിഷൻ കിട്ടും നമുക്ക്. ഓക്കെ, സോ അത് ലോഞ്ച് ആവുകയാണ്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയാക്കാം, സെറ്റാക്കാം. IDT പ്രാവശ്യം നമ്മൾ സെറ്റാക്കും, ഫൈനൽ IDT നമ്മൾ സെറ്റാക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പം പേടി വേണ്ട, ഡാഡി സോങ്. ഓക്കെ, സോ സീ യു. ഓക്കെ, ബൈ ബൈ.